ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ എസ് ക്യു എൽ സബ് ക്വറീസ് യൂസ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു എംപ്ലോയി ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എംപ്ലോയി ടേബിളിൽ ഐ ഡി, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, സാലറി, ഡിപ്പാർട്ട്മെൻറ്റ്, ലൊക്കേഷൻ, കോളംസ് കൊടുത്തിട്ടുണ്ട്. ഒരു 5 റെക്കോർഡ്സ് ഞാൻ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് അതിൻ്റെ ക്വറി. ഇനി നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? റൈറ്റ് എ ക്വറി ടു ഡിസ്പ്ലേ ദ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം ആൻഡ് സാലറി ഫോർ ദോസ് എംപ്ലോയീസ് ഹൂ ഗെറ്റ്സ് മോർ സാലറി ദാൻ ദ എംപ്ലോയി ഹൂസ് ഐ ഡി ഈസ് 604. അപ്പോൾ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 604 ഐ ഡി ഉള്ള എംപ്ലോയി വാങ്ങിക്കുന്ന സാലറിയേക്കാളും കൂടുതൽ സാലറി വാങ്ങിക്കുന്ന എംപ്ലോയീസിൻ്റെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും സാലറിയുമാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ഓക്കെ, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഡേറ്റാബേസ് സെർവർ MySQL ആണ്. MySQL വർക്ക് ബെഞ്ചാണ് എഡിറ്ററായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് അവിടെ ഒന്ന് ചെയ്യാം. ഇവിടെ ഞാൻ എംപ്ലോയി ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാം. അപ്പം നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് 604 ഐ ഡി ഉള്ള എംപ്ലോയി വാങ്ങിക്കുന്ന സാലറി കണ്ടുപിടിക്കാം. ആ സാലറി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അതിൽ കൂടുതൽ സാലറി വാങ്ങിക്കുന്ന എംപ്ലോയീസിൻ്റെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, സാലറി നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം. അപ്പം 604 ഐ ഡി ഉള്ള എംപ്ലോയി വാങ്ങിക്കുന്ന സാലറി കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എങ്ങനെ കൊടുക്കാം? സെലക്ട്, എനിക്ക് സാലറി മാത്രം ഡിസ്പ്ലേ ചെയ്താൽ മതി. സെലക്ട് സാലറി ഫ്രം എംപ്ലോയി where ID equal to 604. ഈ ക്വറി എക്സിക്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി 20,000 ആണ് 604 ഐ ഡി ഉള്ള എംപ്ലോയിയുടെ സാലറി. ഇനിയും വേണ്ടത് എന്താണ്? ഈ സാലറിയേക്കാളും കൂടുതൽ വാങ്ങിക്കുന്ന എംപ്ലോയിയുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, സാലറിയാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പം ഞാനിവിടെ പറയുന്നു സെലക്ട് ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, സാലറി ഫ്രം എംപ്ലോയി where സാലറി ഗ്രേറ്റർ ദാൻ എത്രയാണ്? 20,000 ആണല്ലേ. അപ്പം 20,000 എന്ന് കൊടുക്കാം. ഓക്കെ, നോക്കിക്കേ, എനിക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മൾ 20,000 എന്ന് പറയുന്ന ആ ഒരു സാലറി നമ്മൾ ഹാഡ് കോഡ് ചെയ്ത് കൊടുക്കുമായിരുന്നു. ഇനി ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ 20,000 ഞാൻ ഇങ്ങനെ കൊടുക്കുന്നില്ല. ആക്ച്വലി ഈ 20,000 എനിക്ക് കിട്ടിയത് എങ്ങനെയാണ്? ഈ ക്വറി യൂസ് ചെയ്തിട്ടാണല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? 20,000 പകരം ഞാൻ ആ 20,000 കിട്ടിയ ക്വറി അങ്ങ് കൊടുക്കുന്നു. ഇനി ഞാൻ ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്യാം. ഇപ്പം നോക്കിക്കേ, എനിക്ക് സെയിം റിസൾട്ട് തന്നെ കിട്ടി. ഇതാണ് സബ് ക്വറി എന്ന് പറയുന്നത്. അതായത് ഒരു ക്വറിക്കുള്ളിൽ മറ്റൊരു ക്വറി എഴുതുക. അപ്പം ഇതെന്ന് പറയുന്നത് ഇന്നർ ക്വറിയാണ്, ഇത് ഇവിടുത്തെ ഔട്ടർ ക്വറിയാണ്. അപ്പം ആദ്യം എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത് ഇന്നർ ക്വറി ആയിരിക്കും. അപ്പം ഇന്നർ ക്വറി എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ 20,000 കിട്ടും. ആ 20,000 യൂസ് ചെയ്തിട്ടായിരിക്കും ഔട്ടർ ക്വറി എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്ത് കിട്ടും? നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത റിസൾട്ട് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ ക്വറി ടു ഡിസ്പ്ലേ ദ നെയിം, ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിം, ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ ദോസ് എംപ്ലോയീസ് who works in the same department as the employee works whose ID is 603. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 603 ഐ ഡി ഉള്ള എംപ്ലോയി വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ്, അതേ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പം നേരത്തെ പോലെ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 603 ഐ ഡി ഉള്ള എംപ്ലോയി വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടുപിടിക്കണം അല്ലേ. 603 ഐ ഡി ഉള്ള എംപ്ലോയി വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ പറയുന്നു സെലക്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഫ്രം എംപ്ലോയി വെയർ ഐ ഡി ഈക്വൽ ടു 603. എക്സിക്യൂട്ട് ചെയ്യാം. യെസ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഇനി എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെയാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ അവരുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് ഇവിടുന്ന് കോപ്പി ചെയ്യാം.
പറയുന്നു സെലക്ട് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം. സാലറി അല്ല, നമുക്ക് ഡിപ്പാർട്ട്മെൻ്റ് ആണ് വേണ്ടത്. ഡിപ്പാർട്ട്മെൻറ്റ് ഫ്രം എംപ്ലോയി വെയർ ഡിപ്പാർട്ട്മെൻറ്റ് ഈക്വൽ ടു ഫിനാൻസ് എന്നല്ല, ഫിനാൻസ് കിട്ടിയത് ഏത് കുറിയിൽ നിന്നാണ്? ഈ കുറിയിൽ നിന്നാണ്. ആ കുറി ഞാനിവിടെ കൊടുക്കുന്നു. സബ് ക്വറിയാണ്, ബ്രാക്കറ്റിനുള്ളിൽ കൊടുക്കാം. ഓക്കെ, ഈ ക്വറിയുടെ ഒന്ന് റിമൂവ് ചെയ്തേക്കാം. ഇനി എക്സിക്യൂട്ട് ചെയ്യാം. ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പം ആദ്യം ഇന്നർ ക്വറി എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ ഫിനാൻസ് കിട്ടും. ഫിനാൻസ് ഉപയോഗിച്ചിട്ടായിരിക്കും ഔട്ടർ ക്വറി എക്സിക്യൂട്ട് ചെയ്യുന്നത്. നമുക്ക് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ കിട്ടും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് എ ക്വറി ടു ഡിസ്പ്ലേ ദ നെയിം, ദറ്റ് ഈസ് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം സാലറി ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ ദോസ് എംപ്ലോയീസ് who earn such amount of salary which is the smallest salary of each department. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സ്മോളസ്റ്റ് സാലറി കിട്ടുന്ന എംപ്ലോയീസിൻ്റെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും സാലറിയും ഡിപ്പാർട്ട്മെൻറ്റുമാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം എന്താ? ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സ്മോളസ്റ്റ് സാലറി ഫസ്റ്റ് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അപ്പം അത് കിട്ടാനായിട്ട് നമുക്ക് അറിയാം, സ്മോളസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ അഗ്രിഗേറ്റ് ഫംഗ്ഷൻ മിൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ പറയുന്നു സെലക്ട് മിൻ സാലറി ഫ്രം എംപ്ലോയി. ഈ ക്വറി എക്സിക്യൂട്ട് ചെയ്യുവാണെങ്കിൽ നോക്കിക്കേ, നമുക്ക് ടോട്ടൽ 5 റെക്കോർഡാണുള്ളത്. ആ എംപ്ലോയി ടേബിളിലെ ഏറ്റവും ലോവസ്റ്റ് സാലറിയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തത്. പക്ഷെ എനിക്ക് അങ്ങനെയല്ല വേണ്ടത്. എനിക്ക് എങ്ങനെയാണ് വേണ്ടത്? ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സ്മോളസ്റ്റ് സാലറിയാണ് എനിക്ക് വേണ്ടത്. അതാണ് എനിക്ക് വേണ്ടതെങ്കിൽ നമ്മളതിനെ ഡിപ്പാർട്ട്മെൻറ്റിനെ ഗ്രൂപ്പ് ചെയ്യണം. ഡിപ്പാർട്ട്മെൻറ്റിനെ ഗ്രൂപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഗ്രൂപ്പ് ബൈ എന്ന് പറയുന്ന ക്ലോസ് യൂസ് ചെയ്യാം. ഗ്രൂപ്പ് ബൈ ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, ഇപ്പം നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും മിനിമം സാലറി കിട്ടും. അപ്പോൾ നേരത്തെ സെലക്ട് മിൻ സാലറി ഫ്രം എംപ്ലോയിയിൽ നമുക്ക് ഏറ്റവും ലോവസ്റ്റ് സാലറിയാണ് കിട്ടിയതെങ്കിൽ ഗ്രൂപ്പ് ബൈ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സ്മോളസ്റ്റ് സാലറി കിട്ടി. ഇനി എനിക്ക് വേണ്ടത് എന്താണ്? ഈ സ്മോളസ്റ്റ് സാലറി കിട്ടുന്ന എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് ആണ് വേണ്ടത്. അപ്പോൾ ഞാൻ സെലക്ട് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം സാലറി ഡിപ്പാർട്ട്മെൻറ്റ് from employee where salary equal to ഈ ക്വറി കൊടുക്കാം. എക്സിക്യൂട്ട് ചെയ്യാം. പക്ഷെ നോക്കിക്കേ, അവിടെ ഒരു എറർ വന്നിട്ടുണ്ട്. സബ് ക്വറി റിട്ടേൺസ് മോർ ദാൻ 1 റോ. അതായത് അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈക്വൽ ടു കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നിൽ കൂടുതൽ വാല്യൂസ് അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതാണ് റീസൺ. അപ്പോൾ ഈ സബ് ക്വറി സെലക്ട് മിൻ സാലറി ഫ്രം എംപ്ലോയി ഗ്രൂപ്പ് ബൈ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ ആക്ച്വലി നമുക്ക് 3 വാല്യൂസ് റിട്ടേൺ ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ ഈക്വൽ ടു കഴിഞ്ഞിട്ട് ഒരു ലിസ്റ്റ് ഓഫ് വാല്യൂസ് റിട്ടേൺ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈക്വൽ ടുവിന് പകരം നമ്മൾ ആക്ച്വലി അവിടെ ഇൻ എന്ന് പറയുന്ന ഓപ്പറേറ്റർ യൂസ് ചെയ്യണം. എപ്പോഴാണ് ഇന്ന് യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ ഈക്വൽ ടു സാലറി വരുന്ന ഒന്നിൽ കൂടുതൽ വാല്യൂസ് അവിടെ മാച്ചിങ് ആയിട്ട് വരുവാണെങ്കിൽ ഈക്വൽ ടുവിന് പകരം ഇന്ന് യൂസ് ചെയ്യണം. ഇനി നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. ഇപ്പം നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സ്മോളസ്റ്റ് സാലറി, ആ സാലറി കിട്ടുന്ന എംപ്ലോയീസും ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എ ക്വറി ടു ഡിസ്പ്ലേ ദ എംപ്ലോയി ID, എംപ്ലോയി നെയിം, ദറ്റ് ഈസ് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം സാലറി ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ ഓൾ എംപ്ലോയീസ് ഹു ഏൺ മോർ ദാൻ ദ ആവറേജ് സാലറി. അത് വളരെ സിമ്പിളാണ്. ആവറേജ് സാലറിയേക്കാളും കൂടുതൽ സാലറി വാങ്ങിക്കുന്ന എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് ആണ് വേണ്ടത്. ആളുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിം സാലറി ഡിപ്പാർട്ട്മെൻറ്റാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പം ആവറേജ് സാലറി കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആവറേജ് എന്ന് പറയുന്ന
അഗ്രിഗേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ആവറേജ് സാലറി ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ എങ്ങനെയാണ്? സെലക്ട് ആവറേജ് സാലറി ഫ്രം എംപ്ലോയി എന്ന് കൊടുക്കുവാണെങ്കിൽ എംപ്ലോയി ടേബിളിൻ്റെ ആവറേജ് സാലറി കിട്ടും. അപ്പോൾ എനിക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ആവറേജ് സാലറിക്കാളും കൂടുതൽ വാങ്ങിക്കുന്ന എംപ്ലോയീസും കൂടുതൽ ഏൺ ചെയ്യുന്ന എംപ്ലോയീസിനെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാം? ഞാനിവിടെ പറയുന്നു. ഓക്കെ, നമുക്കിവിടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും സാലറിയും ഡിപ്പാർട്ട്മെൻറ്റുമാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ഫ്രം എംപ്ലോയി വെയർ സാലറി ഗ്രേറ്റർ ദാൻ, ഇവിടെ നമുക്ക് ആവറേജ് സാലറി കിട്ടുന്ന ക്വറി കൊടുക്കാം. അതെങ്ങനെ കൊടുക്കും? സെലക്ട് അഗ്രിഗേറ്റ് ഫംഗ്ഷനാണ് ആവറേജ് സാലറി ഫ്രം എംപ്ലോയി. ഓക്കെ, ഇനി എക്സിക്യൂട്ട് ചെയ്യാം. യെസ്, ആവറേജ് സാലറിയേക്കാളും കൂടുതൽ 2 പേർക്കാണ് കിട്ടുന്നത്. അതിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. യെസ്, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്പ്ലേ ഓൾ ദ ഇൻഫർമേഷൻ ഓഫ് ആൻ എംപ്ലോയി ഹൂസ് ID is any of the number 602, 604 and 605. അപ്പം 602ഓ 604ഓ 605ഓ ID ഉള്ള എംപ്ലോയീസിനെയാണ് ആക്ച്വലി ഇവിടെ ലിസ്റ്റ് ചെയ്യേണ്ടത്. ഇതിന് ആക്ച്വലി നമുക്ക് സബ് ക്വറിയുടെ ആവശ്യമില്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് ആ ക്വറി എഴുതാം. നോക്കാം. ഇത് ആക്ച്വലി നമുക്ക് 2 രീതിയിൽ ചെയ്യാം. അപ്പം ഞാൻ പറയാണ്, സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി വെയർ ID is equal to 604. ഓക്കെ, ഏതൊക്കെയായിരുന്നു? 602, 604 and 605. 602 or ID is equal to 604 or ID is equal to 605. എക്സിക്യൂട്ട് ചെയ്യാം. യെസ്, ഇനി മറ്റൊരു രീതിയിലും കൂടെ ചെയ്യാം. സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി വെയർ ID, അവിടെ നമുക്ക് ഇൻ ഓപ്പറേറ്റർ ഉപയോഗിക്കാം. ബ്രാക്കറ്റിൽ 602, 604, 605. യെസ്, സെയിം റിസൾട്ട്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് എ ക്വറി ടു ഡിസ്പ്ലേ ഓൾ ദ ഇൻഫർമേഷൻ ഓഫ് ദ എംപ്ലോയീസ് ഹൂസ് സാലറീസ് വിത്തിൻ ദ റേഞ്ച് 10,000 and 30,000. അപ്പം 10,000-നും 30,000-നും ഇടയിൽ സാലറി കിട്ടുന്ന എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് ആണ് എനിക്ക് വേണ്ടത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാം? സെലക്ട്, ഇതേപോലെ തന്നെ ചെയ്യാം. സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി വെയർ സാലറി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10,000. ഓക്കെ, ഇവിടെ ആക്ച്വലി 10,000 ഇൻക്ലൂഡഡ് ആണ്. ആൻഡ് സാലറി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30,000. ഇനി എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇത് രണ്ടും റിമൂവ് ചെയ്തേക്കാം. യെസ്, ഇനി ഇത് തന്നെ നമുക്ക് മറ്റൊരു രീതിയിലും ചെയ്യാം. ബിറ്റ്വീൻ ഓപ്പറേറ്റർ ഉപയോഗിച്ച്. എങ്ങനെയാണ്? സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി വെയർ സാലറി ബിറ്റ്വീൻ 10,000 and 30,000. യെസ്, 2 രീതിയിൽ നമുക്ക് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനും അതിനോടൊരു സിമിലർ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റൈറ്റ് എ ക്വറി ടു ഡിസ്പ്ലേ ഓൾ ദ ഇൻഫർമേഷൻ ഓഫ് ദ എംപ്ലോയീസ് ഹൂസ് സാലറീസ് വിത്തിൻ ദ റേഞ്ച് ഓഫ് സ്മോളസ്റ്റ് സാലറി ആൻഡ് 25,000. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? സ്മോളസ്റ്റ് സാലറിക്കും 25,000-നും ഇടയിൽ സാലറി വാങ്ങിക്കുന്ന എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് ആണ് വേണ്ടത്. അപ്പോൾ ആക്ച്വലി എനിക്ക് സ്മോളസ്റ്റ് സാലറിയും 25,000-നും ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ തന്നെ ആ ഒരു ചേഞ്ച് വരുത്താം. അപ്പോൾ ഇവിടെ ഞാൻ 10,000-ന് പകരം ഞാൻ എന്ത് ചെയ്യുന്നു? സ്മോളസ്റ്റ് സാലറി കിട്ടുന്ന ക്വറി ഇവിടെ കൊടുക്കുന്നു. സ്മോളസ്റ്റ് സാലറി കിട്ടാനായിട്ട് നമ്മൾ നേരത്തെ കണ്ടു മിൻ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ പറയുന്നു സെലക്ട്
മിൻ സാലറി ഫ്രം എംപ്ലോയി എന്ന് പറഞ്ഞാൽ നമുക്ക് സ്മോളസ്റ്റ് സാലറി കിട്ടും. ഓക്കെ, ഇവിടെ നമുക്ക് 25,000 ആണ് വരുന്നത്. 25,000. ഓക്കെ, ഇനി എക്സിക്യൂട്ട് ചെയ്യാം. യെസ്. ഓക്കെ, ഇനി ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെയും 10,000 പകരമായിട്ട് നമ്മൾ സ്മോളസ്റ്റ് സാലറി കിട്ടുന്ന സബ് ക്വറി കൊടുക്കാം. ബ്രാക്കറ്റ് 2 ലൈനായിട്ട് കൊടുക്കാം. ഇവിടെ നമുക്ക് 25,000. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് എ ക്വറി ടു ഡിസ്പ്ലേ ഓൾ ദ ഇൻഫർമേഷൻ ഫോർ ദോസ് എംപ്ലോയീസ് ഹു ഏൺ ദ സെക്കൻഡ് ഹയസ്റ്റ് സാലറി. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് ഹയസ്റ്റ് സാലറി കിട്ടുന്ന എംപ്ലോയിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഹയസ്റ്റ് സാലറി ഒന്ന് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ക്വറി എഴുതുക? നമുക്ക് മാക്സ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. സെലക്ട് മാക്സ് സാലറി ഫ്രം എംപ്ലോയി എന്ന് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഹയസ്റ്റ് സാലറി കിട്ടും. അപ്പോൾ സെക്കൻഡ് ഹയസ്റ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, സെക്കൻഡ് ഹയസ്റ്റ് കിട്ടാനായിട്ട് നമുക്ക് അഗ്രേഡ് ഫംഗ്ഷൻ ഒന്നുമില്ല. ഓക്കെ, സെലക്ട് മാക്സ് സാലറി ഫ്രം എംപ്ലോയി എന്ന് പറയുമ്പോൾ നമുക്ക് ഹയസ്റ്റ് സാലറി കിട്ടി അല്ലേ? അപ്പം നമുക്കറിയാം മാക്സിമം സാലറി ആണ് വേണ്ടത്, പക്ഷെ ഹയസ്റ്റിനേക്കാളും തൊട്ട് താഴെ ആയിരിക്കണം. അപ്പം ഞാനിവിടെ ഇങ്ങനെ പറയുവാണ്, വേർ സാലറി ലെസ് ദാൻ 68,000 എന്ന് കൊടുത്താലോ? ഇപ്പം എക്സിക്യൂട്ട് ചെയ്താൽ നോക്കിക്കേ, 50,000 കിട്ടി. എന്ന് പറഞ്ഞാൽ ഞാൻ ക്വറി എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? സെലക്ട് മാക്സ് സാലറി, എനിക്ക് ഹയസ്റ്റ് സാലറി ആണ് വേണ്ടത്, പക്ഷെ ആ ഹയസ്റ്റ് സാലറി എന്തിനേക്കാളും ചെറുതായിരിക്കണം? 68,000-നേക്കാളും ചെറുതായിരിക്കണം. ഇപ്പം നമുക്ക് സെക്കൻഡ് ഹയസ്റ്റ് കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 68,000 നമുക്കൊന്ന് റീപ്ലേസ് ചെയ്തിട്ട് 68,000 നമുക്ക് ഏത് ക്വറിയിൽ നിന്നാണ് നമുക്ക് കിട്ടിയത്? ആക്ച്വലി ഈ ക്വറിയിൽ നിന്ന് തന്നെ കിട്ടിയതല്ലേ? അപ്പം ഞാൻ ഈ 68,000 പകരം ഈ ക്വറി അങ്ങ് കൊടുക്കുകയാണ്. ഇനി ഞാൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. യെസ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ ക്വറി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നത് ഇന്നർ ക്വറിയാണ്. ഇന്നർ ക്വറി എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ സെലക്ട് മാക്സ് സാലറി ഫ്രം എംപ്ലോയി എന്ന് പറയുമ്പോൾ മാക്സിമം സാലറി 68,000 ആണ്. 68,000 ഇത് റിട്ടേൺ ചെയ്യും. എന്നിട്ട് ഈ 68,000 ഉപയോഗിച്ചിട്ടാണ് ഈ ഔട്ടർ ക്വറി എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതായത് സെലക്ട് മാക്സ് സാലറി, ഹയസ്റ്റ് സാലറി ആയിരിക്കണം, ഫ്രം എംപ്ലോയി വേർ സാലറി ലെസ് ദാൻ ദിസ് സാലറി. അപ്പം നമുക്ക് എന്ത് കിട്ടും? സെക്കൻഡ് ഹയസ്റ്റ് കിട്ടും. ഓക്കെ, നമുക്കിപ്പോൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഈ സെക്കൻഡ് ഹയസ്റ്റ് സാലറി കിട്ടുന്ന എംപ്ലോയിയുടെ കംപ്ലീറ്റ് എല്ലാ ഇൻഫർമേഷനും ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി വേർ സാലറി ഈക്വൽ ടു, ഇനി നമുക്ക് യെസ്, ഇനി എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റീവൻ മാത്യു എന്ന് പറയുന്ന എംപ്ലോയി ആണ് സെക്കൻഡ് ഹയസ്റ്റ് സാലറി വാങ്ങിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കുക, ഒരു കൊറി, അതിനുള്ളിൽ മറ്റൊരു കൊറി, അതിനുള്ളിൽ മറ്റൊരു കൊറി. അപ്പോൾ ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നത് ഏറ്റവും അകത്തെ ആ ഇന്നർ കൊറി ആയിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ആ കൊറി ഉപയോഗിച്ച് അതിൻ്റെ ഔട്ടർ കൊറി എക്സിക്യൂട്ട് ചെയ്യും, പിന്നെ ഏറ്റവും ഔട്ടർ കൊറി എക്സിക്യൂട്ട് ചെയ്യും. ഫൈനലി നമുക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എ ക്വറി ടു ഡിസ്പ്ലേ ഓൾ ദ ഇൻഫർമേഷൻ ഫോർ ദോസ് എംപ്ലോയീസ് ഹൂസ് ലൊക്കേഷൻ ഈസ് ചെന്നൈ. ഓക്കെ, ചെന്നൈ ലൊക്കേഷനുള്ള എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യാനായിട്ടാണ് പറയുന്നത്. അതിന് നമുക്ക് സബ് ക്വറിയുടെ ആവശ്യമൊന്നുമില്ല, എങ്ങനെ കൊടുക്കാം? സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി വേർ ലൊക്കേഷൻ is equal to ചെന്നൈ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ.
അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് എ ക്വറി ടു ഡിസ്പ്ലേ ഓൾ ദ ഇൻഫർമേഷൻ ഹുസ് സാലറി ഈസ് മോർ ദാൻ എനി ആവറേജ് സാലറി ഓഫ് എനി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ആക്ച്വലി ക്വസ്റ്റ്യൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ആവറേജ് സാലറി എടുത്തിട്ട്, ആക്ച്വലി ഇനിയല്ല ഈച്ചാണ് ഇവിടെ വരേണ്ടത്. ഓക്കെ, ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ആവറേജ് സാലറി എടുത്തിട്ട് ആ സാലറിയേക്കാളും കൂടുതൽ സാലറി വാങ്ങിക്കുന്ന എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ 3 ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് വിചാരിക്കുക, HR, ഫിനാൻസും മാർക്കറ്റിങ്ങും. അപ്പോൾ HR ആവറേജ് സാലറി ഇപ്പോൾ 10,000, ഓക്കെ 10,000, ഓക്കെ 50,000 ആണെന്ന് വിചാരിക്കുക. ആൻഡ് മാർക്കറ്റിങ്ങിന് ഒരു 30,000 ആണ് ആവറേജ് സാലറി. ആൻഡ് ഫിനാൻസിന് 70,000. അപ്പം ഓരോ ഡിപ്പാർട്ട്മെന്റ് ആവറേജ് സാലറി എടുക്കുമ്പം ഏറ്റവും കൂടുതൽ ആർക്കാണ്? ഫിനാൻസ് ആണ്, 70,000 ആണ് അല്ലേ. ആ 70,000-നേക്കാളും മുകളിൽ സാലറി വാങ്ങിക്കുന്ന എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അതാണ് ക്വസ്റ്റ്യൻ. അപ്പം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പം ആദ്യം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ആവറേജ് സാലറി കണ്ടുപിടിക്കണം. അപ്പോൾ കുറെ എങ്ങനെ എഴുതും? സെലക്ട് ആവറേജ് സാലറി ആണ് എനിക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പം അതിന് നമുക്ക് അഗ്രിഗേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. സെലക്ട് ആവറേജ് സാലറി ഫ്രം എംപ്ലോയി. ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ ഫുൾ എംപ്ലോയി ടേബിളിൻ്റെ ആവറേജ് സാലറി ആയിരിക്കും. പക്ഷെ നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ആവറേജ് സാലറി വേണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഗ്രൂപ്പ് ബൈ ഡിപ്പാർട്ട്മെൻറ്റ്, ഗ്രൂപ്പ് ബൈ ക്ലോസ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിനെ ഗ്രൂപ്പ് ചെയ്തിട്ട് ആവറേജ് സാലറി കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്കിവിടെ 3 ആവറേജ് സാലറി, 3 ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ആവറേജ് സാലറി ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. 41,500, 50,000 ആൻഡ് 15,000. അപ്പോൾ ഇതിനകത്ത് വലുത് ഏതാണ്? 50,000 ആണ്. അപ്പോൾ ഈ 50,000-ന് മുകളിൽ സാലറി വാങ്ങിക്കുന്ന എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഇങ്ങനെ പറയുന്നു, സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി വേർ സാലറി ഗ്രേറ്റർ ദാൻ, എന്നിട്ട് ഈ ക്വറി കൊടുക്കുന്നു. ഓക്കെ, ഇനി എക്സിക്യൂട്ട് ചെയ്യാം. എക്സിക്യൂട്ട് ചെയ്ത സമയത്ത് നോക്കിക്കേ, നമുക്ക് മുമ്പ് വന്നതുപോലെ ഒരു എറർ വന്നു. 1 to 40 സബ് ക്വറി റിട്ടേൺസ് മോർ ദാൻ 1 റോ. അതായത് ഈ ഗ്രേറ്റർ ദാൻ സിമ്പിൾ, നമ്മൾ നേരത്തെ ഈക്വൽ ടു സിമ്പിൾ കഴിഞ്ഞിട്ട് ഒരു ലിസ്റ്റ് ഓഫ് വാല്യൂസ് റിട്ടേൺ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞായിരുന്നു അല്ലേ. അപ്പം ഈക്വൽ ടുവിന് പകരം നമ്മൾ ഇൻ ഓപ്പറേറ്റർ യൂസ് ചെയ്തു. അതേപോലെ നമ്മൾ ഗ്രേറ്ററോ അല്ലെങ്കിൽ ലെസ് ദാൻ സിമ്പിളോ യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സബ് ക്വറി ഒന്നിൽ കൂടുതൽ വാല്യൂസ് റിട്ടേൺ ചെയ്യുവാണെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യത്തില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഈ ഗ്രേറ്റർ കഴിഞ്ഞിട്ട് ഓൾ എന്ന് പറയുന്ന ഒരു കീവേഡും കൂടെ ആഡ് ചെയ്യാം. ഈ എക്സിക്യൂട്ട് ചെയ്യാം. യെസ്, നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഗ്രേറ്റർ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ഓളും യൂസ് ചെയ്യാം, എനിയും യൂസ് ചെയ്യാം. ഓൾ യൂസ് ചെയ്യുവാണെങ്കിൽ ഇപ്പം എനിക്ക് 3 വാല്യൂസ് ആണ്, ഇപ്പോൾ 5, 10, 15 3 വാല്യൂസ് ആണെങ്കിൽ ഓൾ യൂസ് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ മാക്സിമം എന്താണ്? 5, 10, 15 ആണെങ്കിൽ 15 ആണ് വലുത്. അതിനേക്കാളും വലിയ എന്താണ് റെക്കോർഡ്സ് ആയിരിക്കും അത് എടുക്കുക. ഇനി എനി കൊടുക്കുവാണെങ്കിൽ 3 എലമെൻ്റ് ഉണ്ടെങ്കിൽ എനിയാണ് 5-നേക്കാളും മുകളിലും വരും, 10-നേക്കാളും മുകളിൽ വരും, ആൻഡ് 15-നേക്കാളും മുകളിൽ വരും. അതായത് 3 വാല്യൂസിനേക്കാളും മുകളിലുള്ള സാലറി ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പം എനി കൊടുക്കുവാണെങ്കിൽ കൂടുതൽ റെക്കോർഡ്സ് ഇവിടെ വരും. ഓക്കെ, നമ്മുടെ കേസിൽ നമുക്ക് ഓൾ ആയിരുന്നു വേണ്ടത്, ഞാൻ ഓൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മളിവിടെ 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് സബ് ക്വറി യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. താങ്ക്